1 ദിനവൃത്താന്തം അധ്യായം 11. ദാവീദ് ഇസ്രായേൽ രാജാവ്. ഇസ്രായേലിയർ ഹെബ്രോണിൽ ദാവീദിന്റെ അടുക്കൽ ഒന്നിച്ചുകൂടി പറഞ്ഞു, ഞങ്ങൾ നിന്റെ അസ്ഥിയും മാംസവുമാണ്. മുൻപ് സാവൂൾ രാജാവായിരുന്ന കാലത്തും നീയാണ് ഇസ്രായേലിനെ നയിച്ചത്. നീ എൻ്റെ ജനമായ ഇസ്രായേലിന് ഇടയനും രാജാവുമായിരിക്കും എന്ന് കർത്താവ് നിന്നോട് അരുളി ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ ശ്രേഷ്ഠന്മാർ ഹെബ്രോണിൽ രാജാവിൻ്റെ അടുക്കൽ വന്നു. കർത്തൃസന്നിധിയിൽ ദാവീദ് അവരോട് ഉടമ്പടി ചെയ്തു. സാമുവലിലൂടെ കർത്താവ് അരുളി ചെയ്തതനുസരിച്ച് അവൻ ദാവീദിനെ ഇസ്രായേൽ രാജാവായി അഭിഷേകം ചെയ്തു. അനന്തരം ദാവീദും ഇസ്രായേല്യരും ജെറുസലേമിലേക്ക് പോയി. ജബൂസ് എന്നാണ് ജെറുസലേം അറിയപ്പെട്ടിരുന്നത്. അവിടുത്തെ നിവാസികൾ ജബൂസ്യർ എന്നും. നീ ഇവിടെ കടക്കുകയില്ല എന്ന് ജബൂസ്യർ ദാവീദിനോട് പറഞ്ഞു. എങ്കിലും ദാവീദ് സിയോൻ കോട്ട പിടിച്ചെടുത്തു. അതാണ് ദാവീദിന്റെ നഗരം. ദാവീദ് പറഞ്ഞു, ജബൂസ്യരെ ആദ്യം നിഹനിക്കുന്നവൻ മുഖ്യ സേനാനായകനായിരിക്കും. സെരൂയായുടെ മകൻ യോവാബ് ആദ്യം കയറിച്ചെന്നു അവനെ സേനാനായകൻ ആക്കുകയും ചെയ്തു. സിയോൻ കോട്ടയിൽ ദാവീദ് താമസിച്ചതിനാൽ അതിന് ദാവീദിന്റെ നഗരം എന്നു പേര് വന്നു. പിന്നെ അവൻ നഗരത്തെ മില്ലോ മുതൽ ചുറ്റും പണിതുറപ്പിച്ചു. നഗരത്തിന്റെ ബാക്കി ഭാഗങ്ങൾ യോവാബ് പുനരുദ്ധരിച്ചു. സൈന്യങ്ങളുടെ കർത്താവ് കൂടെ ഉണ്ടായിരുന്നതിനാൽ ദാവീദ് മേൽക്കുമേൽ പ്രാബല്യം നേടി. ദാവീദിന്റെ പ്രസിദ്ധ യോദ്ധാക്കൾ. കർത്താവ് അരുളി ചെയ്തതനുസരിച്ച് ദാവീദിനെ ഇസ്രായേലിൽ രാജാവാകാൻ ജനത്തോടൊപ്പം സഹായിച്ച യോദ്ധാക്കളിൽ പ്രമുഖർ. മൂവരിൽ പ്രമുഖനും ഹക്മോന്യനുമായ യശോബയാം. അവൻ 300 പേരെ ഒന്നിച്ചു കുന്തം കൊണ്ടു കൊന്നു. മൂവരിൽ രണ്ടാമൻ അഹോഹ്യനായ ദോദോയുടെ പുത്രൻ എലയാസർ. ഫിലിസ്ത്യർ പസ്തമീമിൽ അണിനിരന്നപ്പോൾ അവൻ ദാവീദിനോട് കൂടെ ഒരു ബാർലി വയലിൽ ആയിരുന്നു. ജനം ഫിലിസ്ത്യരുടെ മുൻപിൽ നിന്ന് ഓടിക്കളഞ്ഞു. എന്നാൽ അവൻ വയലിന്റെ മധ്യത്തിൽ നിന്ന് അത് കാക്കുകയും ഫിലിസ്ത്യരെ വെട്ടിവീഴ്ത്തുകയും ചെയ്തു. കർത്താവ് ഒരു വൻ വിജയം നൽകി അവരെ രക്ഷിച്ചു. ഫിലിസ്ത്യർ റഫായിം താഴ്വരയിൽ കൂടാരമടിച്ചപ്പോൾ 30 തലവന്മാരിൽ 3 പേർ അതുല്ലാം ശിലാഗുഹയിൽ ദാവീദിന്റെ അടുത്തേക്ക് ചെന്നു. ദാവീദ് സുരക്ഷിത സങ്കേതത്തിലായിരുന്നു. ഫിലിസ്ത്യരുടെ പട്ടാളം ബേത്ലഹേമിൽ പാളയമടിച്ചിരുന്നു. ദാവീദ് ആർത്തിയോടെ ചോദിച്ചു, ബേത്ലഹേം പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്ന് ആരെനിക്ക് വെള്ളം കുടിക്കാൻ കൊണ്ടുവരും? ആ 3 പേർ ഉടനെ ഫിലിസ്ത്യരുടെ പാളയത്തിലൂടെ കടന്ന് ബേത്ലഹേം പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ദാവീദിന് കുടിക്കാൻ കൊണ്ടുവന്നു. ദാവീദ് അത് കുടിക്കാതെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ ഇത് ചെയ്യാനിടയാകാതിരിക്കട്ടെ. ഞാൻ ഇവരുടെ ജീവരക്തം കുടിക്കുകയോ? പ്രാണൻ പണയം വച്ചാണല്ലോ അവർ ഇത് കൊണ്ടുവന്നത്. അത് കുടിക്കാൻ അവന് മനസ്സു വന്നില്ല. 3 യോദ്ധാക്കൾ ചെയ്ത കാര്യമാണിത്. യോവാബിന്റെ സഹോദരൻ അബിഷായി ആയിരുന്നു 30 പേരിൽ പ്രമുഖൻ. അവൻ 300 പേരെ ഒന്നിച്ച് കുന്തം കൊണ്ട് വധിച്ചു. ഇവനും മൂവർക്കും പുറമെ കീർത്തിമാനായി. അവൻ 30 പേരിൽ ഏറ്റവും പ്രശസ്തനും അവരുടെ അധിപനും ആയിരുന്നു. എന്നാൽ അവൻ മൂവരോടൊപ്പം എത്തിയില്ല. കബ്സേൽക്കാരനും പരാക്രമശാലിയും യഹോയാദായുടെ പുത്രനുമായ ബനായ വീരകൃത്യങ്ങൾ ചെയ്തവനാണ്. ഇവൻ മൊവാബിലെ 2 ധീരന്മാരെ വധിച്ചതിനു പുറമെ മഞ്ഞുകാലത്ത് ഒരു ഗുഹയിൽ കടന്ന് ഒരു സിംഹത്തെയും കൊന്നു. 5 മുഴം ഉയരമുള്ള ദീർഘകായനായ ഒരു ഈജിപ്തുകാരനെയും അവൻ സംഹരിച്ചു. ഈജിപ്തുകാരന്റെ കയ്യിൽ നെയ്ത്തുകാരന്റെ ഓടം പോലുള്ള ഒരു കുന്തമുണ്ടായിരുന്നു. ബനായ ഒരു വടിയുമായി അവനെ സമീപിച്ച് കുന്തം പിടിച്ചു പറിച്ച് അതുകൊണ്ട് തന്നെ അവനെ സംഹരിച്ചു. ഇവയെല്ലാം യഹോയാദായുടെ മകൻ ബനായ ചെയ്തതാണ്. അങ്ങനെ പരാക്രമശാലികളായ മൂവർക്കു പുറമെ അവനും പ്രശസ്തനായി. അവൻ 30 പേർക്കിടയിൽ കീർത്തിമാൻ ആയിരുന്നെങ്കിലും മൂവരോടൊപ്പം എത്തിയില്ല. ദാവീദ് അവനെ അംഗരക്ഷകരിൽ ഒരാളായി നിയമിച്ചു. സൈന്യത്തിലെ രണശൂരന്മാർ. യോവാബിന്റെ സഹോദരൻ അസഹേൽ, ബത്ലഹേംകാരൻ ദോദോയുടെ പുത്രൻ എൽഹനാൻ,
ഹരോദിലെ ഷമ്മോത്ത്, പെലോന്യനായ ഹേലസ്, തെക്കോവായിലെ ഇക്കേഷിന്റെ മകൻ ഈര, അനാത്തോത്തിലെ അബിയേസർ, ഹുഷാത്യൻ സിബക്കായി, അഹോഹ്യൻ ഈലായി, നെത്തോഫായിലെ മഹറായി, നെത്തോഫായിലെ ബാനായുടെ മകൻ ഹെലത്ത്, ബഞ്ചമിന്റെ ഗിബയായിലെ റിബായിയുടെ മകൻ ഇത്തായി, പിറാത്തോനിലെ ബനായ, ഗാഷ് അരുവിക്കരയിലെ ഹുറായി, അർബാത്യനായ അബിയേൽ, ബഹറൂമിലെ അസ്മാബെത്ത്, ഷാൽബോനിലെ എലിയാബ, ഗിസോന്യനായ ഹാഷം, ഹരാറിലെ ഷാഗിയുടെ മകൻ ജോനാഥാൻ, ഹരാറിലെ സക്കാറിന്റെ മകൻ അഹിയാം, ഊരിന്റെ മകൻ എലിഫാൽ, മെക്കെറാത്യനായ ഫേഫർ, പെലോന്യനായ അഹിയ, കാർമലിലെ ഹെസ്രോ, എസ്ബായിയുടെ മകൻ നാരായ്, നാഥാന്റെ സഹോദരൻ ജോയേൽ, ഹഗ്രിയുടെ മകൻ മിബ്ഹാർ, അമോന്യനായ സേലക്, സെരൂയായുടെ മകനായ യോവാബിന്റെ ആയുധവാഹകനും ബേറോത്തുകാരനുമായ നഹറായ്, ഇത്ര്യരായ ഈരായും ഗാരെബും, ഹിത്യനായ ഊറിയ, അഹ്ലായുടെ മകൻ സാബാഗ്, റൂബൻ ഗോത്രജനായ ഷിസയുടെ മകനും റൂബൻ ഗോത്രത്തിലെ ഒരു നേതാവുമായ അദീനായും കൂടെ 30 പേരും. മാഖായുടെ പുത്രൻ ഹാനാൻ, മിത്കാരനായ യോഷാഫാത്ത്, അഷ്തേറാത്തുകാരൻ ഉസിയ, അരോവറിൽ നിന്നുള്ള ഹോത്താമിന്റെ പുത്രന്മാർ ഷാമ, ജയിയേൽ, ഷിമ്രിയുടെ മകൻ യദിയായേൽ, അവന്റെ സഹോദരൻ തിസ്യനായ യോഹ, മഹാവ്യനായ എലിയേൽ, എൽനാമിന്റെ പുത്രന്മാരായ യെറിബായ്, യോഷാവിയ, മൊവാബിനായ ഇത്മ, എലിയേൽ, ഓബദ്, മെസോബ്യനായ യസിയേൽ. 1 ദിനവൃത്താന്തം അധ്യായം 12. ദാവീദിന്റെ അനുയായികൾ. കിഷിന്റെ മകൻ സാവൂൾ നിമിത്തം സിക്ലാഗിൽ ഒളിച്ചു പാർക്കുമ്പോൾ ദാവീദിന്റെ പക്ഷം ചേർന്ന് യുദ്ധത്തിൽ അവനെ സഹായിച്ച യോദ്ധാക്കളാണ് താഴെ പറയുന്നവർ. ഇരു കൈകൊണ്ടും കല്ലെറിയാനും അമ്പെയ്യാനും സമർത്ഥരായ ഈ വില്ലാളികൾ ബെഞ്ചമിൻ ഗോത്രജരും സാവൂളിന്റെ ചാർച്ചക്കാരുമായിരുന്നു. അഹിയേസർ ആയിരുന്നു നേതാവ്, രണ്ടാമൻ യോവാഷ്. ഇവർ ഗിബയക്കാരനായ ഷേമായുടെ പുത്രന്മാരാണ്. അവരുടെ കൂടെ അസ്മാവെത്തിന്റെ പുത്രന്മാരായ യസിയേലും പേലത്തും ബറാഖ, അനാത്തോത്തിലെ യേഹു. 30 പേരിൽ ധീരനും അവരുടെ നായകനുമായ ഗിബയോൻകാരൻ ഇഷ്മായ, ജറമിയ, യഹസിയേൽ, യോഹനാൻ, ഗദറാക്കാരൻ യോസാബാദ്, എലുസായി, യെറിമോത്ത്, വയാലിയ, ഷെമാറിയ, ഹരൂഫ്യനായ ഷഫാത്തിയ, കൊറാഹ്യരായ യൽക്കാന, ഇഷിയ, അസരേൽ, യൊവേസർ, യഷോബെയാം, ഗദോറിലെ ജെറോഹാമിന്റെ പുത്രന്മാരായ യോവേല, സെബാദിയ. ദാവീദ് മരുഭൂമിയിലെ കോട്ടയിൽ ഒളിച്ചു താമസിക്കുമ്പോൾ ഗാദ് വംശജരും ശക്തരും പരിചയ സമ്പന്നരും പരിചയവും കുന്തവും ഉപയോഗിച്ച് യുദ്ധം ചെയ്യുന്നതിൽ സമർത്ഥരും ആയ യോദ്ധാക്കൾ അവന്റെ പക്ഷം ചേർന്നു. സിംഹത്തെപ്പോലെ ഉഗ്രദൃഷ്ടിയുള്ള അവർ മലയിലെ മാൻപേടയെപ്പോലെ വേഗമുള്ളവരായിരുന്നു. അവർ സ്ഥാനക്രമത്തിൽ ഏസർ, ഒബാദിയ, എലിയാബ്, മിഷ്മാന, ജറമിയ, അത്തായി, എലിയേൽ, യോഹനാൻ, എൽസബാദ്, ജറമിയ, മക്ബന്നായി. ഗാദ് ഗോത്രജരായ ഇവർ സേനാനായകന്മാരായിരുന്നു. ഇവർ സ്ഥാനമനുസരിച്ച് ശതാധിപന്മാരും സഹസ്രാധിപന്മാരും ആയിരുന്നു. ജോർദാൻ നദി കര കവിഞ്ഞൊഴുകുന്ന ആദ്യ മാസത്തിൽ മറുകര കടന്ന് താഴ്വരയിൽ ഉള്ളവരെ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തുരത്തിയവർ ഇവരാണ്. ബെഞ്ചമിൻ യൂദാ ഗോത്രങ്ങളിലെ ചിലർ ദാവീദ് വസിച്ചിരുന്ന ദുർഗത്തിലേക്ക് ചെന്നു. അവൻ അവരെ സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ സഹായിക്കാൻ സ്നേഹപൂർവ്വം വന്നതാണെങ്കിൽ എൻ്റെ ഹൃദയം നിങ്ങളോട് ചേർന്നിരിക്കും. ഞാൻ നിർദോഷനായിരിക്കെ നിങ്ങൾ ശത്രുപക്ഷം ചേർന്ന് എനിക്കു കെണിവച്ചാൽ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിങ്ങളെ ശിക്ഷിക്കും. അപ്പോൾ 30 പേരുടെ തലവനായ അമസായി ആത്മാവിനാൽ പ്രേരിതനായി പറഞ്ഞു, ദാവീദേ, ഞങ്ങൾ നിന്റേതാണ്. ജസ്സയുടെ പുത്ര, ഞങ്ങൾ നിന്നോട് കൂടെയാണ്. സമാധാനം, നിനക്ക് സമാധാനം. നിന്റെ സഹായകർക്കും സമാധാനം. നിന്റെ ദൈവം നിന്നെ സഹായിക്കുന്നു. ദാവീദ് അവരെ സ്വീകരിച്ച് സേനാധിപതികളാക്കി. ദാവീദ് ഫിലിസ്ത്യരോട് ചേർന്ന് സാവൂളിനെതിരെ യുദ്ധത്തിന് പോയപ്പോൾ മനാസെ ഗോത്രജരായ ചിലർ ദാവീദിന്റെ പക്ഷം ചേർന്നു.
എന്നാൽ ദാവീദ് ഫിലിസ്ത്യരെ സഹായിച്ചില്ല. കാരണം ഫിലിസ്ത്യ പ്രമാണികൾ തമ്മിൽ ആലോചിച്ചതിനു ശേഷം അവൻ നമ്മുടെ ജീവൻ അപകടത്തിലാക്കിക്കൊണ്ട് തൻ്റെ യജമാനനായ സാവൂളിന്റെ പക്ഷം ചേർന്നേക്കും എന്ന് പറഞ്ഞ് അവനെ മടക്കി അയച്ചു. ദാവീദ് സിക്ലാഗിൽ എത്തിയപ്പോൾ മനാസെ ഗോത്രജരായ അദ്ന, യോസബാദ്, യദിയേൽ, മിഖായേൽ, യൊസാബാദ്, എലിഹു, സില്ലേധായ് എന്നീ സഹസ്രാധിപന്മാർ അവനോട് ചേർന്നു. വീരപരാക്രമികളും സേനാനായകന്മാരുമായ അവർ കവർച്ചക്കാർക്കെതിരെ ദാവീദിനെ സഹായിച്ചു. ദാവീദിനെ സഹായിക്കാൻ ദിനംപ്രതി ആളുകൾ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ അവന്റെ സൈന്യം ദൈവത്തിന്റെ സൈന്യം പോലെ വലുതായി തീർന്നു. ദാവീദ് ഹെബ്രോണിലായിരുന്നപ്പോൾ കർത്താവിന്റെ കൽപ്പന പ്രകാരം സാവൂളിന്റെ രാജ്യം ദാവീദിന് നൽകാൻ വന്ന സേനാ വിഭാഗങ്ങളുടെ കണക്ക്: യൂദ ഗോത്രത്തിൽ നിന്ന് പരിചയം കുന്തവും കൊണ്ട് യുദ്ധം ചെയ്യാൻ കഴിവുള്ളവർ 6800. ശിമയോൻ ഗോത്രത്തിൽ നിന്ന് യുദ്ധവീരന്മാർ 7100. ലേവ്യരിൽ നിന്ന് 4600. അഹ്റോന്റെ വംശജരിൽ പ്രമുഖനായ യഹോയാദായുടെ കൂടെ 3700. പരാക്രമശാലിയും യുവാവുമായ സാദോക്കും അവന്റെ കുലത്തിൽ നിന്ന് 22 നായകന്മാരും. സാവൂളിന്റെ ചാർച്ചക്കാരും ബെഞ്ചമിൻ ഗോത്രജരുമായി 3000. അവരിൽ ഭൂരിഭാഗവും ഇതുവരെ സാവൂൾ കുടുംബത്തോടു കൂടിയായിരുന്നു. എഫ്രായിം ഗോത്രജരിൽ നിന്ന് പരാക്രമികളും തങ്ങളുടെ പിതൃഭവനങ്ങളിൽ പ്രഖ്യാതരുമായ 20,800. മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്ന് ദാവീദിനെ രാജാവായി വാഴിക്കാൻ നിയുക്തരായവർ 18,000. ഇസാക്കർ ഗോത്രത്തിൽ നിന്ന് ജ്ഞാനികളും കാലാനുസൃതമായി ഇസ്രായേൽ എന്തു ചെയ്യണമെന്ന് അറിയുന്നവരും ആയ 200 നായകന്മാരും അവരുടെ കീഴിലുള്ള ചാർച്ചക്കാരും. സെബുലൂൺ ഗോത്രത്തിൽ നിന്ന് ആയുധധാരികളും ഏകാഗ്രതയോടെ ദാവീദിനെ സഹായിക്കാൻ സന്നദ്ധരും യുദ്ധപരിചയമുള്ളവരുമായി 50,000. നഫ്താലി ഗോത്രത്തിൽ നിന്ന് 1000 നേതാക്കന്മാരും അവരോടുകൂടെ കുന്തവും പരിചയം ധരിച്ച 37,000 പേരും. ദാൻ ഗോത്രത്തിൽ നിന്ന് യുദ്ധസന്നദ്ധരായ 28,600 പേർ. ആഷേർ ഗോത്രത്തിൽ നിന്ന് പരിചയസമ്പന്നരും യുദ്ധസന്നദ്ധരുമായി 40,000. ജോർദാന്റെ മറുകരയിൽ നിന്ന് റൂബൻ, ഗാദ് ഗോത്രജരും മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്നുള്ളവരുമായി ആയുധധാരികളായി 1,20,000. യുദ്ധസന്നദ്ധരായ ഈ യോദ്ധാക്കൾ ദാവീദിനെ ഇസ്രായേൽ മുഴുവന്റെയും രാജാവാക്കണമെന്ന ദൃഢനിശ്ചയത്തോടെ ഹെബ്രോണിലേക്ക് വന്നു. ഇസ്രായേലിൽ അവശേഷിച്ചിരുന്നവരും ദാവീദിനെ രാജാവാക്കുന്നതിൽ ഏകാഭിപ്രായക്കാരായിരുന്നു. തങ്ങളുടെ സഹോദരന്മാർ ഒരുക്കിയ വിഭവങ്ങൾ ഭക്ഷിച്ചും പാനം ചെയ്തും അവർ 3 ദിവസം ദാവീദിനോട് കൂടെ താമസിച്ചു. സമീപസ്ഥരും ഇസാക്കർ, സെബുലൂൺ, നഫ്താലി എന്നീ ദൂരദേശത്തു വസിക്കുന്നവരും കഴുത, ഒട്ടകം, കോവർ കഴുത, കാള ഇവയുടെ പുറത്ത് ധാരാളം ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവന്നു. അവർ അത്തിപ്പഴം, ഉണക്കമുന്തിരി, വീഞ്ഞ്, എണ്ണ, കാള, ആട് എന്നിവ കൊണ്ടുവന്നു. ഇസ്രായേലിൽ എങ്ങും ആഹ്ലാദം അലതല്ലി.